കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കൊമേഴ്സ് വിദ്യാർത്ഥികൾക്കുള്ള നാലാമത്തെ ചാപ്റ്ററായ വെബ് ടെക്നോളജി എന്ന ചാപ്റ്ററിലെ മറ്റൊരു ടോപ്പിക് സോഫ്റ്റ്വെയർ പോർട്സ് സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് വെബ് പേജസ് എന്ന ടോപ്പിക്കിലേക്ക് ഹാർദവമായ സ്വാഗതം. നമുക്കറിയാം, ഈ ചാപ്റ്ററിലെ രണ്ടാമത്തെ ക്ലാസ്സാണിത്. സോഫ്റ്റ്വെയർ പോർട്സ് എന്താണെന്നും വെബ് പേജുകൾ, സ്റ്റാറ്റിക് ഡൈനാമിക് വെബ് പേജുകൾ, അതിൻ്റെ പൊതു സ്വഭാവം എന്താണെന്നാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. ആദ്യമായി വെബ് സെർവർ ടെക്നോളജീസ് എന്താണെന്ന് നോക്കാം. ഒരു വെബ് സെർവർ എന്ന് പറഞ്ഞാൽ പവർഫുൾ ആയിട്ടുള്ളൊരു കമ്പ്യൂട്ടറാണ്. ഓൾവേസ് അത് ഓൺ തന്നെയായിരിക്കും. ഓൺ എന്ന് പറഞ്ഞാൽ സ്വിച്ച് വർക്കിംഗ് കണ്ടീഷനിലായിരിക്കും. 24 hours ഓണായി നിൽക്കുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു കമ്പ്യൂട്ടർ, ഹൈ ബാൻഡ് വിഡ്ത്തുള്ള ഒരു ഇൻ്റർനെറ്റ് കണക്ഷനോട് കൂടിയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ളൊരു കമ്പ്യൂട്ടറാണ്. എന്താണ് ഇതിൻ്റെ ചെയ്യുന്ന ജോലി? എനേബിൾസ് അസ് ടു ഡെലിവർ വെബ് പേജസ് ആൻഡ് സർവീസസ്. വെബ് പേജുകൾ നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് തരാനും പല സേവനങ്ങളും, ഇമെയിൽ, ബ്ലോഗ് പോലുള്ള സേവനങ്ങൾ യൂസർക്ക് ലഭ്യമാക്കുക എന്നുള്ളതാണ്, ഇൻ്റർനെറ്റിലൂടെ ലഭ്യമാക്കുക എന്നുള്ളതാണ് വെബ് സെർവറിൻ്റെ പ്രധാനമായ കർത്തവ്യം. വെബ് സെർവർ കൺസിസ്റ്റ് ഓഫ് എ സെർവർ കമ്പ്യൂട്ടർ. ആ സെർവർ കമ്പ്യൂട്ടറിൽ ഒന്നതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടാവും. പവർഫുൾ ആയിട്ടുള്ള കമ്പ്യൂട്ടറിൽ വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഒരു വെബ് സെർവർ സോഫ്റ്റ്വെയറും അതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും. പല സേവനങ്ങൾക്ക് വേണ്ടി www, ഇമെയിൽ, ബ്ലോഗ് മുതലായ ഒട്ടേറെ സേവനങ്ങൾക്ക് വേണ്ടി സഹായകരമായിട്ടുള്ള സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ പാക്കേജാണ്. പ്രത്യേകമായ പാക്കേജും കൂടി ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ കൂടെ വേണം. എന്നാൽ മാത്രമേ സെർവർ എന്നുള്ള ജോലി അതിന് നിർവഹിക്കാൻ കഴിയുള്ളൂ. ലിനക്സ് ബേസ്ഡ് ആയിട്ടുള്ള സെർവറിൻ്റെ എക്സാമ്പിളാണ് റെഡ് ഹാറ്റ്, ഓപ്പൺ സോഴ്സ്, ഡേബിയൻ, ഉബുണ്ടു എന്നുള്ളത് ലിനക്സ് ബേസ്ഡ് ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണ്. മൈക്രോസോഫ്റ്റ് വിൻഡോസ് സെർവർ, അതുപോലെ ഫ്രീ BSD, ഒറാക്കിൾ, സൊളാരിസിസ്, ഇതൊക്കെ നമുക്ക് ലഭ്യമായ സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് എക്സാമ്പിൾസ് ആണ്. അതുപോലെ വെബ് സെർവർ പാക്കേജസ്, ആപ്പ്, ഇൻ്റർനെറ്റിൻ്റെ സെർവർ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി മാത്രമുള്ള ഒരു പ്രത്യേക സോഫ്റ്റ്വെയർ പാക്കേജാണ് അപ്പാച്ചെ സെർവർ. മൈക്രോസോഫ്റ്റ് ഇൻ്റർനെറ്റ് ഇൻഫർമേഷൻ സെർവർ IIS, ഗൂഗിൾ വെബ് സെർവർ GWS, ദെൻ എൻജിനെക്സ് എന്ന് പറയുന്ന ഒരു പ്രത്യേക സെർവർ ആപ്ലിക്കേഷനും കൂടിയുണ്ട്. ഇത് എക്സാമ്പിളാണ്. സാധാരണ വൺ വേർഡ് ചോദിക്കുന്നതാണ് ഈ രണ്ട് ഏരിയയിൽ. അടുത്ത് നമ്മൾ സോഫ്റ്റ്വെയർ പോർട്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഹാർഡ്വെയർ പോർട്സ് ആണിത്. ഒരു ചെറിയ പോർട്ട്, നിങ്ങൾക്ക് നെറ്റ് കണക്ട് ചെയ്യുന്ന ഒരു പോർട്ടാണ്. അതിനെയാണ് ഹാർഡ്വെയർ പോർട്ട് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ പോർട്സ് എന്ന് പറയുന്നത്. ഇത് ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യാൻ, മറ്റു പല ഡിവൈസുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പോർട്ട് ഉപയോഗിക്കാറുണ്ട്. ഇൻ്റർനെറ്റിൽ വേണ്ടി ഉപയോഗിക്കുന്ന ഈ ഹാർഡ്വെയർ പോർട്ട് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അതിലൊരു യുണീക്ക് നമ്പേഴ്സ് ഉണ്ടാവും. ഓരോ നമ്പർ, യുണീക്ക് നമ്പർ 16 ബിറ്റ് നമ്പർ ആയിരിക്കും. അത് സാധാരണ ക്വസ്റ്റ്യൻ വരാറുണ്ട്. 16 ബിറ്റ് നമ്പർ. ഇതിൻ്റെ ഈ സോഫ്റ്റ്വെയർ പോർട്സിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഇമെയിൽ പോലുള്ള മറ്റ് സേവനങ്ങളെ തിരിച്ചറിയുക, ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഇമെയിലിന് പ്രത്യേക നമ്പർ ഉണ്ടാവും. ഫയൽ ട്രാൻസ്ഫറിന് 25, ഫയൽ ട്രാൻസ്ഫറിന് 22, 20 and 22 ആണ് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോളായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ വിവിധ സേവനങ്ങൾക്ക് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മൾ ഈ ടേബിളിൽ കാണുന്നത്. 2021 ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോളാണ്. 22 ആണ് സെക്യൂർ ഷെല്ല്. 25 SMTP ആണ്.
53 DNS സർവീസ്, 80 ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ, പോസ്റ്റ് ഓഫീസ് പ്രോട്ടോക്കോൾ ആണ് 110, 443 ആണ് HTTPS ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ സെക്യൂർ. ഇത് ഈ സോഫ്റ്റ്വെയർ പോർട്സ് ആണ് ഓരോ സേവനങ്ങൾക്ക് വേണ്ടി അസൈൻ ചെയ്ത് വെക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതൊരു ഹാർഡ്വെയർ പോർട്ട് ആണ്. നമുക്ക് ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്ന പോർട്ടാണ് ഹാർഡ്വെയർ പോർട്ട്. അതിലൂടെ സോഫ്റ്റ്വെയർ വെച്ച് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയായിട്ട് ഓരോ ഈ താഴെ പറയുന്ന ഈ നമ്പറുകൾ ഇത് പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളാണ്, പ്രധാനപ്പെട്ട സേവനങ്ങളാണ്. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ സാധാരണ വൺ വേർഡ് വരാറുണ്ട്. അടുത്തത് DNS സെർവേഴ്സ് ആണ്. ഡൊമൈൻ നെയിം സിസ്റ്റം സെർവേഴ്സ്. ഇത് ഒരു സ്പെഷ്യൽ പർപ്പസ് നെറ്റ്വർക്കിംഗ് സോഫ്റ്റ്വെയർ ആണ്. ഒരു കമ്പ്യൂട്ടറിൽ പ്രവർത്തിക്കുന്ന പ്രത്യേകമായിട്ടുള്ള. എന്തിനു വേണ്ടിയിട്ടാണ്? അതിലൊരു ഡാറ്റാബേസ് ഉണ്ട്, ഡൊമൈൻ നെയിംസും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള IP അഡ്രസ്സും. എന്താ ഡൊമൈൻ നെയിം? നമ്മൾ വെബ്സൈറ്റിന് വേണ്ടി അഡ്രസ് ബാറിൽ നമ്മൾ അടിക്കുന്ന വെബ്സൈറ്റ് അഡ്രസ്സ് ഉണ്ട്, അതാണ് ഡൊമൈൻ നെയിമിന് എക്സാമ്പിൾ. ഈ ഡൊമൈൻ നെയിം അത് മാത്രമായിട്ട് നമുക്ക് ഇൻ്റർനെറ്റിൽ പ്രത്യേകമായ ഒരു നമ്പറിംഗ് സിസ്റ്റം ഉണ്ട്, അതാണ് IP അഡ്രസ്സ്. അത് ഫസ്റ്റ് ഇയർ നിങ്ങൾ പഠിക്കുന്നുണ്ട്. അത് 32 ബിറ്റ് 4 ഒക്ടറ്റുള്ള, ഇപ്പോൾ എക്സാമ്പിൾ പറയാം 192.168.1.1 ഇങ്ങനെ 4 ഘടകങ്ങളുള്ള 32 ബിറ്റ് അഡ്രസ്സാണ് ഒരു IP അഡ്രസ്സ് എന്ന് പറയുന്നത്. ഇൻ്റർനെറ്റിലേക്ക് കണക്ട് ചെയ്യുന്ന എല്ലാ ഡിവൈസസിനും ഇത്തരം ഒരു യുണീക്ക് അഡ്രസ്സ് ഉണ്ടാവണം, എന്നാൽ മാത്രമേ അതിനെ തിരിച്ചറിയാൻ കഴിയുള്ളൂ. ഇൻ്റർനെറ്റിൽ ആ ഡിവൈസിനെ തിരിച്ചറിയാൻ കഴിയുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് ആ അഡ്രസ് ബാറിൽ കറക്റ്റായിട്ടുള്ള IP അഡ്രസ്സ് നമുക്ക് അറിയുമെങ്കിൽ നമുക്ക് ആ IP അഡ്രസ്സ് ടൈപ്പ് ചെയ്താൽ എൻ്റർ ചെയ്താൽ നമുക്ക് ആ പേജ് ലോഡ് ചെയ്ത് വരും. അപ്പോൾ ഈ ഒരു റെസൊല്യൂഷൻ, ഈ ഒരു കൺവേർഷൻ നടക്കുന്ന ജോലി ഒരു സോഫ്റ്റ്വെയർ ആണ് ഈ DNS സെർവർ എന്ന് പറയുന്നത്. ഇത് ചെയ്യുന്നത് നമ്മുടെ ക്ലയൻറ്റ് സൈഡിലുള്ള DNS പ്രൊവൈഡ് ചെയ്യുന്ന, നെറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ആരാണോ അവരാണ് ഇതിൻ്റെ കൺവേർട്ട് ചെയ്ത് തരുന്നത്. ISP, ഈ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ്. ISP അവിടുത്തെ DNS കമ്പ്യൂട്ടറാണ് ഈ ഒരു ഡൊമൈൻ നെയിമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള IP റിട്ടേൺ ചെയ്ത് നമുക്ക് തരുന്നത്. ഇനി വെബ് ഡിസൈനിങ് എന്താണ്? വെബ് ഡിസൈനിങ് എന്ന് പറഞ്ഞാൽ HTML ഉപയോഗിച്ച് ഹൈപ്പർ ടെക്സ്റ്റ് വെബ് പേജുകൾ നിർമ്മിച്ച്, അത് കുറച്ച് കൂട്ടം വെബ് പേജുകൾ നിർമ്മിച്ച് അപ്ലോഡ് ചെയ്യുന്നതാണ് വെബ്സൈറ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഇത്തരത്തിലുള്ള വെബ്സൈറ്റുകൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന അടിസ്ഥാനപരമായിട്ടുള്ള ലാംഗ്വേജാണ് HTML. അതാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അതിന് സഹായകരമായിട്ടുള്ള ഡിസൈനിങ് സോഫ്റ്റ്വെയർസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ബ്ലൂഫിഷ്, ബൂട്ട്സ്ട്രാപ്പ്, അഡോബ് ഡ്രീംവീവർ, മൈക്രോസോഫ്റ്റ് എക്സ്പ്രഷൻ വെബ്, ഇതെല്ലാം ഡിസൈനിങ് സോഫ്റ്റ്വെയർസ് ആണ്. ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, പഠിച്ചിരിക്കണം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ലാസ്റ്റ് ടോപ്പിക്ക് സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് വെബ് പേജസ് എന്താണെന്നാണ്. നമുക്കറിയാം, നമ്മളൊരു ചെറിയ ആപ്ലിക്കേഷൻ, ഒരു സ്കൂളിൻ്റെ ഒരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ അത് സ്റ്റാറ്റിക് ആയിട്ട് ഡിസൈൻ ചെയ്താൽ മതിയാകും. അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഓർഗനൈസേഷൻ്റെ ചെറിയൊരു ക്ലബ്ബ് അതിൻ്റെ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്റ്റാറ്റിക് ആയിട്ട് ഡിസൈൻ ചെയ്താൽ മതിയാകും. എന്ന് വെച്ചാൽ ആ വെബ്സൈറ്റ് എപ്പോഴും വെബ് പേജുകൾ റിമൈൻസ് സെയിം ഓൾ ദ ടൈം അൺടിൽ എവിടം വരെ നമ്മളത് കോഡിൽ മാനുവലായിട്ട് ചേഞ്ച് ചെയ്യാതിരിക്കുന്നത് വരെ ആ സ്റ്റാറ്റിക് വെബ് പേജുകൾ സ്റ്റാറ്റിക് ആയിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും, അതിൽ മാറ്റങ്ങൾ വരില്ല. ഇനി ഡൈനാമിക് വെബ് പേജിന് എക്സാമ്പിൾ നമുക്കറിയാം. നമ്മൾ റിസൾട്ട് അറിയാൻ വേണ്ടി രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്തിട്ട് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് സെർവറിൽ പോയിട്ട്, അതിൻ്റെ എവിടെയാണോ ആ ഫയൽ ഇരിക്കുന്ന ആ സെർവറിൽ പോയിട്ട് നമ്മുടെ റിസൾട്ട് ഫെച്ച് ചെയ്ത് നമുക്ക് കൊണ്ടുതരുന്നു. അപ്പം നമ്മൾ കാണുന്ന വ്യൂ അല്ല മറ്റൊരാൾ കാണുന്നത്. അത് ഓരോ ടൈമിലും ഓൾ ദ ടൈം അത് മാറിക്കൊണ്ടിരിക്കും. അതാണ് ഇവിടെ പറയുന്നത് വെബ് പേജ് ദാറ്റ് കണ്ടെയ്ൻസ് സെർവർ സൈഡ് കോഡ് വിച്ച് ക്രിയേറ്റ്സ് എ വെബ് പേജ് ഈച്ച് ടൈം വെൻ ഇറ്റ് ഈസ് ആക്സസ്ഡ്.
എക്സാമ്പിൾ നമ്മൾ ഈ പറയുന്നത് പോലെ മാർക്ക് ലിസ്റ്റ് സെർച്ച്, അതിൻ്റെ ഒരു എക്സാമ്പിൾ ഒരു കമ്പാരിസൺ ടേബിളാണ്. എപ്പോഴും പബ്ലിക് എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് കമ്പാരിസൺ. നമുക്കൊരു 4 കമ്പാരിസൺ പോയിന്റ്സ് ഉണ്ട്. ഒന്നാമത്തേത് ദ കണ്ടന്റ് ആൻഡ് ലേഔട്ട് ഈസ് ഫിക്സഡ് സ്റ്റാറ്റിക്കിൽ, പക്ഷെ ഡൈനാമിക്കിൽ ഇറ്റ് ഈസ് ചേഞ്ചിങ് ഡ്യൂറിങ് റൺ ടൈം. സ്റ്റാറ്റിക്കിൽ ഡാറ്റാബേസ് ഉപയോഗിക്കുന്നില്ല, നെവർ യൂസ് ഡാറ്റാബേസസ്. ഡൈനാമിക് വെബ് പേജിൽ ഇറ്റ് ജനറേറ്റ് ഡൈനാമിക് കണ്ടന്റ് ത്രൂ ക്വറീസ്. നമ്മൾ റിസൾട്ടിന് വേണ്ടി രജിസ്റ്റർ നമ്പർ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പേജ് അല്ല മറ്റൊരാൾക്ക് കിട്ടുക. അതാണ് ഓരോ സമയത്ത് ഓരോ പേജുകളാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത്. സ്റ്റാറ്റിക് വെബ് പേജ് നമ്മുടെ ബ്രൗസറിൽ തന്നെയാണ് റൺ ചെയ്യുന്നത്. സെർവർ സൈഡ് ആപ്ലിക്കേഷൻ പ്രോഗ്രാമിൻ്റെ ആവശ്യമില്ല. ഡു നോട്ട് റിക്വയർ സെർവർ സൈഡ് ആപ്ലിക്കേഷൻ പ്രോഗ്രാം. ഡൈനാമിക് വെബ് പേജ് എന്ന് പറയുന്നത് സെർവറിലാണ് റൺ ചെയ്യുന്നത്. അത് റിസൾട്ടായിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ സ്റ്റാറ്റിക് വെബ് പേജ് വളരെ ഈസിയാണ് ഡെവലപ്പ് ചെയ്യാൻ. കുട്ടികൾക്ക് വരെ, വളരെ ചെറിയ കുട്ടികൾ വരെ വെബ് ഡെവലപ്പറായിട്ടുണ്ട്. ഡൈനാമിക് വെബ് പേജ് നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ ജസ്റ്റ് ഒരു പ്രോഗ്രാമിംഗ് സ്കില്ല് നമുക്ക് ആവശ്യമുണ്ട്. ഇതോടുകൂടി ടോപ്പിക്ക് കഴിഞ്ഞു. ഇനി നമ്മൾ ഹോംവർക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഹോംവർക്ക് ക്വസ്റ്റ്യനിൽ ഒന്നാമത്തേത് സൈസ് ഓഫ് ദി പോർട്ട് നമ്പർ. സൈസ് ഓഫ് ദി പോർട്ട് നമ്പർ നമ്മൾ പറഞ്ഞു 16 അതിൻ്റെ സൈസ്. ഇനി നമ്പർ അലോട്ടഡ് ഫോർ HTTPS ഹൈപ്പർടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ സെക്യൂർ, അതിനുവേണ്ടി 443 അലോട്ട് ചെയ്തിരിക്കുന്ന പോർട്ട് നമ്പർ. കമ്പാരിസൺ ആണ് അടുത്തത്. സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് കമ്പാരിസൺ ടേബിൾ നിങ്ങൾക്ക് ക്രിയേറ്റ് അത് പഠിക്കണം. DNS എങ്ങനെയാണ് റിസോൾവ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്താണ് DNS? ഡൊമൈൻ നെയിം സെർവർ സിസ്റ്റമാണ്. ഡൊമൈൻ നെയിം സിസ്റ്റമാണ് DNS. അത് പ്രത്യേകം നോട്ട് ചെയ്യുക. എല്ലാവരും നോട്ട്സ് എഴുതിയിട്ട് തിരിച്ച് മെസ്സേജ് അയക്കുക.